ഹായ്, നമുക്കിന്ന് ഒരു ഹെയർ കളറിങ്ങിന്റെ വീഡിയോ കണ്ടാലോ? മുടിയുടെ അറ്റം മാത്രം കളർ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു കുട്ടി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത് ഒന്ന് കാണിച്ചു തരാം. ചെറിയൊരു മുടിയാണ്, അതിൻ്റെ അറ്റത്ത് മാത്രമേ ആ കുട്ടിക്ക് കളർ ചെയ്യണ്ടൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ആ ഒരു വീഡിയോ ഒന്ന് കാണാം. ഹെയർ കളർ ചെയ്യുക എന്നത് ഇപ്പോൾ എല്ലാവരുടെയും ആഗ്രഹമാണ്. പക്ഷേ ചെയ്ത് കഴിഞ്ഞാൽ മുടി വരണ്ടു പോകുമോ, പൊട്ടിപ്പോകുമോ? ഇതൊക്കെയാണ് അധിക പേരുടെയും സംശയം. ചർമ്മനിറവും മുടിയുടെ നിറവും തമ്മിലുള്ള യോജിപ്പ് സൗന്ദര്യത്തിൻ്റെ മാനദണ്ഡമായതിനാൽ ചർമ്മനിറത്തിനനുസരിച്ച് മുടിയുടെ നിറം മാറ്റിയെടുത്ത് രൂപഭംഗി വരുത്തുന്നത് ഏറ്റവും നല്ലതാണ്. ഇപ്പോൾ മുടിക്ക് നിറം നൽകുക എന്നത് പെൺകുട്ടികൾക്കിടയിൽ ഒരു ഫാഷനാണല്ലോ. ബ്രൗൺ, ഓറഞ്ചിഷ് ബ്രൗൺ, ബ്രൗണിഷ് റെഡ് തുടങ്ങിയ നിറങ്ങളാണ് സാധാരണയായി നിറം മാറ്റാൻ ഉപയോഗിക്കുന്നത്. മുടിയുടെ നിറം മാറ്റുന്നതിന് മുമ്പ് അലർജി ടെസ്റ്റ്, മുടിയുടെ ഘടന എന്നിവ നിർബന്ധമായി നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. ഒരാളുടെ മുടിയുടെ നിറം സ്ഥിരമായോ താൽക്കാലികമായോ നമുക്ക് മാറ്റാം. കളർ ഷാമ്പു, കളർ ഹെയർ ക്രയോൺസ്, കളർ സ്പ്രേ തുടങ്ങിയവ ഉപയോഗിച്ചാണ് താൽക്കാലികമായി സ്വതവേ നിറം മാറ്റുന്നത്. മുടിക്ക് നിറം നൽകുന്നത് കൊണ്ട് മുടിയെ അത് ബാധിക്കുമോ, പിന്നെ മുടി കംപ്ലീറ്റ് ഹെയർ ഫാളിങ് ഉണ്ടാവുമോ എന്നൊക്കെയാണ് അധിക പേരുടെയും സംശയം. മുടിക്ക് കളർ നൽകുന്നത് കൊണ്ട് മുടിയുടെ വേരിനെയൊന്നും അത് ബാധിക്കുന്നില്ല. അതുകൊണ്ട് ആ സംശയത്തിൻ്റെ ആവശ്യമില്ല. പക്ഷേ എന്ന് വെച്ച് ചില കളർ ചിലവർക്ക് അലർജി ഉണ്ടാക്കും കേട്ടോ. സെൻസിറ്റീവ് സ്കിന്നുള്ളവർക്ക് ചിലപ്പോൾ കളറ് ഭയങ്കരമായി ബാധിക്കും. അതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. മുടി സ്ട്രെയിറ്റൻ ചെയ്യുന്നതും കളർ കൊടുക്കുന്നതുമെല്ലാം അത് നല്ല ആരോഗ്യമുള്ള മുടിയാണോ എന്ന് നോക്കിയാണ് ഏറ്റവും നല്ലത്. ഹെയർ കളറിങ് ചെയ്ത് ചിലവർക്ക് കുറച്ച് മാസങ്ങൾ കഴിഞ്ഞാൽ അതിൻ്റെ കളറ് ഒന്ന് മങ്ങാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അവർ പിന്നീട് എന്ത് ചെയ്യും എന്നൊക്കെ ആലോചിക്കാറുണ്ട്. മുടിയുടെ കളർ മങ്ങുന്നതിന് ഏറ്റവും നല്ലത് പിന്നീട് ഹെന്ന ചെയ്യുന്നതാണ്. അപ്പോൾ കുറച്ചുകൂടി ഭംഗി കിട്ടും. ഇതാണ് മുടിയുടെ കളർ ചെയ്ത ലാസ്റ്റ് ലുക്ക്. മുടിയുടെ അറ്റം മാത്രം കളർ മതി എന്നാണ് ആ കുട്ടി പറഞ്ഞത്. പോണി ടെയിൽ കെട്ടിവെക്കുമ്പോൾ അവൾക്ക് ആ കളറ് എടുത്ത് കാണിക്കണം. അതുകൊണ്ടാണ് അവൾ അങ്ങനെ പറഞ്ഞത്. സാധാരണ കളർ ചെയ്യാൻ വരുന്ന കസ്റ്റമർ അവരുടെ ഇഷ്ടങ്ങൾ പറയാറുണ്ട്. മുടി ഇടയ്ക്കിടയ്ക്ക് മാത്രം കളർ ചെയ്യുന്നവരുണ്ട്, മുടി മൊത്തം കളർ ചെയ്യുന്നവരുണ്ട്. അവരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് നമ്മൾ ചെയ്തു കൊടുക്കാറ്. ചിലവർക്ക് മുടി വരണ്ട മുടിയായിരിക്കും. അങ്ങനെയുള്ളവർ മാസത്തിലൊരിക്കൽ ഹെന്ന ചെയ്യുന്നത് നല്ലതാണ്. കളർ ചെയ്ത് മുടി വരണ്ടു പോകുന്നതല്ല, ചിലവരുടെ മുടിയുടെ ടൈപ്പ് തന്നെ അതാണ്. ഈ സ്പാ ചെയ്ത് കഴിഞ്ഞാൽ മുടിക്ക് നല്ല ഷൈനിങ് കിട്ടും. പിന്നെ മുടി പൊട്ടിപ്പോകാതിരിക്കാനും നല്ലൊരു ഗുണമാണ് ഈ സ്പാക്ക്. ചിലവർ കളർ ചെയ്താലും കളർ കിട്ടില്ല എന്ന് പറയാറുണ്ട്. അതവരുടെ മുടി ഓയിലി ഹെയർ ആയതുകൊണ്ടാണ്. അതുകൊണ്ട് നിലനിൽക്കില്ല.